ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഞാൻ കേരളത്തിന് വെളിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ജാമ്യത്തിന്റെ ഹിയറിംഗിലൂടെയാണ്. പക്ഷേ മുൻകൂർ ജാമ്യം റദ്ദാകാനും പിൻവാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ, കോടതിയിലെ ഒരു വിധി വരുന്നത് വരെ നിങ്ങൾ മുമ്പിൽ എത്താൻ കഴിയാത്തത്. പക്ഷേ ഈ വിഷയം വളരെ പ്രധാനമാണ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, അഡ്വാൻസായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തന്നെ ദീപകിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു. അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. വൈസ് കമ്മീഷൻ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും. ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ പ്രോസസ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും. ഇന്നലെ